ടെക് ട്രാവലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊട്ടിയിൽ 126ാമത് ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ. മെയ് 10 മുതൽ മെയ് 20 വരെയാണ് അതിൻ്റെ സമയം. അതുപോലെ തന്നെ റോസ് ഗാർഡനിൽ 19ാമത് റോസ് ഷോയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഫ്ലവർ ഷോ ആണ്. അവിടെ എൻട്രി ഫീ എത്രയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അകത്ത് ചെയ്യാണ്ട്, എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. ഊട്ടിയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇ പാസ് എടുക്കണം. മെയ് 7 മുതൽ ജൂൺ 30 വരെയാണ് ഇ പാസ് നിർബന്ധമാക്കിയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട്, അത് പോയി കാണാം. അപ്പോൾ നമ്മൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിള്ളേരൊക്കെ കൂട്ടം തെറ്റാതെ നിങ്ങൾ തന്നെ നോക്കാം. അപ്പം നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാം. മുതിർന്നവർക്ക് 150 രൂപയും കുട്ടികൾക്ക് 75 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. സാധാരണ ഇത് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയായിരിക്കും. ഇപ്പോ 126ാമത് ഫ്ലവർ ഷോ നടക്കുന്നത് കൊണ്ടാണ് ടിക്കറ്റിൽ വില വർധനവ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് നേരെ അകത്തേക്ക് കടക്കാം. അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ പുഷ്പങ്ങളുടെ ഒരു ലോകമായിരിക്കും. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളുടെ ഇരുവശങ്ങളിലായിട്ട് ചെറിയ ഉദ്യാനങ്ങളിൽ പൂക്കൾ ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടതിന് ശേഷം ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ആദ്യത്തെ അടിപൊളി കാഴ്ച വരാം. പുഷ്പങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കമാനം. ഈ ഒരു കമാനത്തിനകത്തൂടെയാണ് നമ്മൾ മെയിൻ ഒരു ഏരിയയിലേക്ക് പോവേണ്ടത്. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ടോ ഈ ഒരു കമാനം നമുക്ക് നൽകുന്നത്. ഒരേ തരത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള കമാനങ്ങൾ. അങ്ങനെ ഈ ഒരു കമാനം കണ്ടതിന് ശേഷം പിന്നെ മല്ലികയും ചെണ്ടുമല്ലിയും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ കമാനത്തിലൂടെ നമ്മൾ ചെല്ലുമ്പോൾ ദാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും 126ാമത് ഊട്ടി ഫ്ലവർ ഷോ എന്നുള്ളത്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കലൊക്കെ ഒരു വല്ലാത്ത ടാസ്ക് തന്നെ കേട്ടോ. കാരണം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫാമിലിയായി നിന്ന് ഫോട്ടോ എടുത്ത് അവസാനം നോക്കുമ്പോൾ അതിൽ നമ്മൾ ഇതുവരെ അറിയാത്ത ഒരാളും കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുള്ള സമയം കൊണ്ടും ഉള്ള ചാൻസിലും പറ്റുന്ന രീതിയിലെല്ലാം ഫോട്ടോ എടുക്കുക. ഈ ഒരു ഫ്ലവർ ഷോ എന്ന് എഴുതിയതിൻ്റെ സൈഡിലായിട്ടാണ് ഒരുപാട് വെറൈറ്റി പുഷ്പങ്ങൾ ഉള്ളത്. അതായത് ഒരേ ഇനത്തിൽ തന്നെ പലതരം. ഇപ്പം ചെണ്ടുമല്ലി ആണെങ്കിൽ അതിൽ പല കളറ്, പല വെറൈറ്റീസ് അങ്ങനെ. ഈ ഒരു സൈഡിലുള്ളത് ഏകദേശം 45,000-ഓളം ചെടിച്ചട്ടികളിലാണ് ഈ ഒരു പുഷ്പങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുള്ളത് വലിയൊരു എഫേർട്ട് തന്നെയാണ് അല്ലേ. ഈ പുഷ്പങ്ങളെല്ലാം ഒരേ സമയത്ത് പുഷ്പിക്കണം, ഇതിനെ നോക്കണം അല്ലേ. എന്തായാലും നമുക്ക് ഈ ഒരു കാഴ്ച തരാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നമുക്കൊരു സല്യൂട്ട് എന്തായാലും നൽകാം. നിങ്ങൾ മുൻപ് പുഷ്പമേളയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അതാണോ ഇതാണോ ബെറ്റർ എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് ഇടണേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു സൈഡിലുള്ള കുറച്ച് വെറൈറ്റി പുഷ്പങ്ങളെ കാണാം. ഈ പുഷ്പങ്ങളിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടാവും, ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ അവർ ഈ പുഷ്പങ്ങൾ പറിക്കണൊക്കെ നോക്കണം കേട്ടോ. കാരണം 500 രൂപയാണ് ഫൈൻ. നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കിൽ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഡാലിയയുടെ ഒരു കൂട്ടമാണ്. പലതരം കളറിലുള്ള ഡാലിയ അല്ലേ. എന്ത് ഭംഗിയാ ഇതിനെ കാണാൻ. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് ഊട്ടി ഫ്ലവർ ഷോ 2024 മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഡിസ്നി വേൾഡ്. ഏകദേശം 80,000-ലധികം പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 35 അടിയാണ് കേട്ടോ. ഈ ഡിസ്നി വേൾഡ് കാസ്റ്റിൽ നമുക്ക് തരുന്ന എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനി അടുത്ത ഒരു അടിപൊളി ഹൈലൈറ്റ് ആണ്
നമ്മുടെ ഊട്ടി പൈതൃക തീവണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ എഞ്ചിൻ്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുഷ്പങ്ങൾ കൊണ്ട്. ഒരു മലയിടുക്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ ഇതിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പലതരം വെറൈറ്റി പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു കാഴ്ചയും ഊട്ടി ഫ്ലവർ ഷോയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ്. ഇനി ഇവിടെ ഉള്ളതാണ് കേട്ടോ ചെറിയ ചെറിയ സ്റ്റാളുകൾ. നമുക്ക് ഇവിടുന്ന് കാട്ടുതേൻ വാങ്ങിക്കാം, അതുപോലെ തന്നെ ചായപ്പൊടി വാങ്ങിക്കാം. ഊട്ടിയുടെ പൈതൃകമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഉള്ളതാണ് സ്റ്റേജ് ഷോ. ഒരുപാട് കുട്ടികളുടെ ഡാൻസും പാട്ടും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഡാൻസ് കളിക്കണം അല്ലെങ്കിൽ ഒരു പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ സ്റ്റേജിൻ്റെ അപ്പുറത്തുള്ള ആങ്കറോടൊന്ന് ചെന്ന് പറഞ്ഞാൽ മതി, അതിനുള്ള അവസരവും അവർ ചെയ്തു തരും. അങ്ങനെ ഒരുപാട് കുട്ടികൾ അവിടെ വന്നിട്ട് പാട്ടും ഡാൻസും ഒക്കെ കളിച്ചിരുന്നു. ഇനി നമുക്ക് ഇവിടെ പുഷ്പങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് നിർമ്മിതികൾ കാണാം. ഇതൊരു തേനീച്ചയുടെ നിർമ്മിതിയാണ്, പുഷ്പം കൊണ്ടുണ്ടാക്കിയ. ഒരു പൂവിൽ നിന്നും തേൻ കുടിക്കുന്ന വണ്ട്. ഇത് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ. ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതും. ഇനി അടുത്തത് ക്യാരറ്റ് തിന്നുന്ന ഒരു മുയലാണ്. നല്ല ഭംഗിയില്ലേ ഈ മുയൽക്കുട്ടനെ കാണാൻ. അപ്പോൾ മുയൽക്കുട്ടനെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് 2 പിരമിഡാണ്. പുഷ്പങ്ങൾ കൊണ്ടും കുറച്ച് വെറൈറ്റി ഇലകൾ കൊണ്ടും നിർമ്മിച്ച 2 പിരമിഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ഒരു ബൊക്കെ. റോസ് കൊണ്ട്, അതും റെഡ് റോസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ബൊക്കെ. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു ഇത്. ഇനി ഇവിടെ ഉള്ളതാണ് ഒരുപാട് ചെറിയ ചെറിയ ഉദ്യാനങ്ങളിലായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പൂക്കൾ. ഇതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു കേട്ടോ. കാരണം ഒരേ തരത്തിൽ അതിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നതും, ചില സ്ഥലങ്ങളിൽ അത് വെറൈറ്റി ആയിരിക്കും, അത് പല നിറത്തിലുള്ളത് കൂട്ടം കൂട്ടമായി നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഊട്ടി ഫ്ലവർ ഷോ കാണാൻ ഒന്ന് വരണേ. തിരക്കായിരിക്കും എന്നുള്ളത് സത്യമാണ്, പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വലിയ വണ്ടികൾ ഒഴിവാക്കിയിട്ട് മാക്സിമം ചെറു വണ്ടികളിൽ വരിക. പിന്നെ മറ്റൊരു കാര്യമാണ്, തലേ ദിവസം നമ്മൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുക. രാത്രിയെല്ലാം വന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം തിരക്കില്ലാതെ അല്ലെങ്കിൽ ബ്ലോക്കിലൊന്നും പെടാതെ നമുക്ക് പെട്ടെന്ന് ഊട്ടി ടൗണിലെത്താൻ സാധിക്കും. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ബൈക്കായിരിക്കും. നിങ്ങൾ കപ്പിൾസാണ്, പയ്യന്മാരാണെന്നുണ്ടെങ്കിൽ ബൈക്കാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് പാർക്ക് ചെയ്യാനും ഊടുവഴികളിലൂടെ കയറാനൊക്കെ നമുക്ക് പറ്റും. ഇത് നോക്കൂ, ഈ ഒരു കാഴ്ച അടിപൊളിയല്ലേ. ഇതിൻ്റെ ഇടയിലൂടെ ഈ ഒരുപാട് ചെറു തേനീച്ചകളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അറിയാതെ പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വന്ന് കുത്തും, നമുക്കൊരു പക്ഷേ അറിയില്ല. ഇത് നിങ്ങൾ ചെന്നിട്ട് കണ്ടിട്ടില്ല എങ്കിൽ ഇറ്റാലിയൻ ഗാർഡൻ എവിടെയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഏറ്റവും ടോപ്പിലായിരിക്കും ഇത് വരിക. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ഉദ്യാനങ്ങൾ നമ്മൾ എൻട്രി മുതൽ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം നമുക്ക് കാണുക ഇതേപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരിക്കും, അതുപോലെ തന്നെ ഭംഗിയുള്ള പുഷ്പങ്ങളും. അപ്പോൾ ഇതാണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഫ്ലവർ ഷോയുടെ കാഴ്ചകൾ. എപ്പോഴും ഫ്ലവർ ഷോക്ക് വരുമ്പോൾ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 6:30 വരെ നമ്മുടെ ഫാമിലിയൊക്കെ ഒന്നിച്ചിട്ട് ഇവിടെ ഇരുന്ന് ഇതേപോലത്തെ പന്തൊക്കെ കളിക്കാൻ നമുക്ക് സാധിക്കും. അതായത് പിള്ളേരെ അതിൻ്റെ വഴിക്ക് വിടാൻ നമുക്ക് സാധിക്കും.
അപ്പോൾ നമുക്കും കുറച്ച് റിലാക്സ് ആവും. മറ്റിടങ്ങളിൽ ഇത്രയും വലിയൊരു ഇതില്ല. കർണാടക ഗാർഡനും ഇതേപോലെ കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഫ്ലവർ ഷോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് മസ്റ്റായിട്ടും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടാം. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.